ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കണക്കാക്കി ഇറക്കിയിട്ടുള്ളൊരു മൂവിയാണ് സോറി ബേബി. ഞാൻ പിന്നെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ ഈ സോറി ബേബി ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ചിലതിലൊക്കെ അവാർഡ് വിന്നിങ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തന്നെ വിവാദത്തിലായതാണ്. ഈ പറഞ്ഞ പോലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ നായകന്മാരെ തുണി ഉരിയണം എന്നുള്ള അത് ഇതിൽ നടന്നിട്ടില്ല. ആ സംഭവം ഇനി ഇല്ലാത്തതുകൊണ്ടാണോ ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടാത്തതെന്ന് എനിക്കൊരു സംശയമാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ മലയാളത്തിലെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ട അവാർഡൊക്കെ കിട്ടിയെന്ന് പറയുന്ന ആ സിനിമയിലൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂഡിറ്റി കാണിക്കുന്നുണ്ട്. ഇത് സിനിമയിൽ അത് കാണിക്കുന്നില്ല. സോറി ബേബി ഒരു വളരെ സ്ലോ പേസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. വേണമെങ്കിൽ നമുക്ക് അവാർഡ് സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, മലയാളത്തിൽ അവാർഡ് സിനിമ, സമാന്തര സിനിമ, അങ്ങനെ ഉള്ള ഒരു മൂവിയാണ്. അപ്പോൾ എനിക്കൊന്നും ഫിലിം ഫെസ്റ്റിവലിനൊക്കെ കണക്കാക്കി ഇറക്കിയിട്ടുള്ളൊരു മൂവിയാണ് സോറി ബേബി. ഞാൻ പിന്നെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇപ്പോൾ ഈ സോറി ബേബി ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ചിലതിലൊക്കെ അവാർഡ് വിന്നിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഇവ വിക്ടർ എന്ന് പറഞ്ഞൊരു സംവിധായികയാണ്. അവർ തന്നെയാണ് ഈ സിനിമയുടെ നായികയും. അവർ വളരെ ബ്രില്യൻ്റായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിലൊരു കഥയെന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ നായിക യൂണിവേഴ്സിറ്റിയിൽ അവർ ബിരുദാനന്തര ബിരുദമോ അവരുടെ ഗവേഷണമൊക്കെ നടത്തുന്ന സമയത്ത് അവരുടെ മെൻറ്ററെന്നോ അവരുടെ ഗൈഡെന്നോ പുള്ളിക്കാരനാൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട ഒരു സ്റ്റുഡൻ്റായിട്ട് അവരുടെ ആ ഒരു ഇൻസിഡൻറ്റും പിന്നെ അതിൻ്റെ പിന്നാലെയുള്ള അവരുടെ ട്രോമയും പിന്നെ അവരതിനെ ഓവർകം ചെയ്യാനുള്ള അവരുടെ ശ്രമങ്ങളും ഇതൊക്കെയാണ് സിനിമയുടെ കഥ. പക്ഷേ അതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ ഈ നടിയുടെ അല്ലെങ്കിൽ ഈ ആക്ടർ തന്നെയാണ് നടി, ഈ നമ്മുടെ സംവിധായിക തന്നെയാണ് ഇതിലെ നായിക കഥാപാത്രം. അവരുടെ പെർഫോമൻസാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. പിന്നെ നമ്മുടെ ഈ കാൻ ഫിലിം ഫെസ്റ്റിവലുള്ള സിനിമകളിൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ അവാർഡ് കിട്ടിയിട്ടില്ല. ഞാൻ തന്നെ വിവാദത്തിലായതാണ്. ഈ പറഞ്ഞ പോലെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു അവാർഡ് കിട്ടണമെങ്കിൽ നായകന്മാരെ തുണി ഉരിയണം എന്നുള്ള അത് ഇതിൽ നടന്നിട്ടില്ല. ആ സംഭവം ഇനി ഇല്ലാത്തതുകൊണ്ടാണോ ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടാത്തതെന്ന് എനിക്കൊരു സംശയമാണ്. കാരണം 2-3 വിഭാഗത്തിൽ ഈ സിനിമ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം നമ്മുടെ മലയാളത്തിലെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ട അവാർഡൊക്കെ കിട്ടിയെന്ന് പറയുന്ന ആ സിനിമയിലൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂഡിറ്റി കാണിക്കുന്നുണ്ട്. ഇത് സിനിമയിൽ അത് കാണിക്കുന്നില്ല. അത് കാണിക്കാതെ ആ വിഷയം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണോ ഈ സിനിമയ്ക്ക് അവാർഡ് കിട്ടാതെ പോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട പിന്നെ അതിൻ്റെ ഒരു ക്യാമറ, സിനിമാറ്റോഗ്രഫി നല്ല ഭംഗിയായിട്ട് ഒരു വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് സിനിമ. എന്തായാലും ഒരു എന്താ പറയുക, അവാർഡ് സിനിമകൾ, നമ്മുടെ സമാന്തര സിനിമകൾ താല്പര്യമുള്ളവർക്ക് ഈ സിനിമ വന്ന് കാണാം. എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷയമാണ് പറഞ്ഞു പോകുന്നത്. ഒരുപാട് സബ്ജക്റ്റ് ഈ സബ്ജക്റ്റ് നമ്മളെ മലയാളത്തിലും ഹിന്ദിയിലൊക്കെ നമ്മളെ ഇന്ത്യൻ ഭാഷകളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ ഇത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സിനിമ എനിക്കൊന്ന് ഇറക്കിയിരിക്കുന്ന ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പ്രദർശിപ്പിക്കാൻ കണക്കിനാക്കി ഉള്ള ഇത്. പിന്നെ ആ നായികയുടെ പെർഫോമൻസ്, അതേ ഉള്ളൂ സിനിമ. അവാർഡ് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് സിനിമ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടൊക്കെ പോകും. വളരെ അത്രയ്ക്ക് സ്ലോ ആയിട്ടാണ് സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്.